നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പങ്കാളിത്തമേറുന്നു. ഇന്ന് വൈകിട്ട് ജനം ടിവിയുടെ നേതൃത്വത്തിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന സംഗീത നൃത്ത രാവിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. നടിയും പിന്നണി ഗായികയുമായ കൃഷ്ണപ്രഭയും കുക്ക് ബാൻഡും ചേർന്നാണ് സംഗീത രാവ് അവതരിപ്പിക്കുന്നത്. നിയമസഭയിൽ നിന്ന് തത്സമയ കാഴ്ചകളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി അറിയേണ്ടത്. അനു, 7 മണി മുതലാണ് നൃത്ത സംഗീതരാവ് നിയമസഭയിൽ അരങ്ങേറുക. നമുക്കറിയാം, നിയമസഭയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പുസ്തകമേള, ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തമാണ് ഈ രാജ്യാന്തര പുസ്തകമേളയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരത്ത് കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഇന്നത്തെ കലാപരിപാടിയുടെ പ്രത്യേകത ഇന്ന് ജനം ടി വി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. വൈകുന്നേരത്ത് 7 മണി മുതൽ 11 മണി വരെയാണ് ഈ നൃത്ത സംഗീതരാവ് നിയമസഭയിൽ അരങ്ങേറുന്നത്. വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാകും. ജനം ടി വിയുടെ 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നൃത്ത സംഗീതരാവ് സംഘടിപ്പിക്കുക. നടിയും പിന്നണി ഗായികയും നർത്തകിയുമായ കൃഷ്ണപ്രഭയും COK ബാൻഡിന്റെയും നേതൃത്വത്തിലായിരിക്കും ഈ നൃത്ത സംഗീതരാവ് അരങ്ങേറുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിയമസഭയ്ക്കകത്താണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് R ശങ്കരനാരായണൻ തമ്പി ഹാള്. ഈ ഹാളിലായിരിക്കും പരിപാടി നടക്കുക. ഇവിടെ ഈ ഹാളിനകത്ത് ഈ നൃത്ത സംഗീതരാവിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ ഒരു നൃത്ത സംഗീത രാവ് അരങ്ങേറുന്നതിനായി ഉള്ളത്. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പിലുമാണ് ഇപ്പോൾ ജനം ടി വിയുടെ സംഘം. ജനം ടി വിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വർഷം, അതായത് 10ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നൃത്ത സംഗീതരാവ് അരങ്ങേറുക. 7 മണി മുതൽ 11 മണി വരെ തുടർച്ചയായി വലിയ രീതിയിൽ വിപുലമായിട്ടുള്ള നൃത്ത സംഗീത രാവ് തന്നെയായിരിക്കും ജനം ടി വിയുടെ നേതൃത്വത്തിൽ ഒരുക്കുക. ഏതായാലും അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ചു സമയം മാത്രമാണ് ഈ ഒരു പരിപാടിക്കായി ബാക്കിയുള്ളത്. അനു, ശരി, വരും മണിക്കൂറുകളിലും പരിപാടിയുടെ തത്സമയ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ജനം ടി വി എത്തിക്കും.